നമ്മുടെ സീന മുഹമ്മദ് പറയുന്നു നമ്മുടെ ആളുകൾക്കൊക്കെ ഒരു ജിൽജിൽ സ്വഭാവം ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ ഒരു ജിൽജിൽ സ്വഭാവം വന്നോട്ടെ. കാര്യം നമുക്കൊരു തെരഞ്ഞെടുപ്പൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പം അത് അവതരിപ്പിക്കുമ്പോഴൊക്കെ നമുക്ക് ജില്ല് വേണ്ടേ? SKN ഈ നേരത്തെ ബൂത്തിനകത്തായിരുന്നു. അവിടെ അധികം വലിയ ശബ്ദത്തിൽ നമുക്ക് ശബ്ദം എടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പതുക്കെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഞാനുള്ളത് പുറത്താണ്. ഇവിടെ 2 സ്ഥാനാർത്ഥികളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മുണ്ടക്കൈക്കാരായിട്ടുള്ള ആളുകളാണ്. ഒരുപക്ഷെ ഈ ഒന്ന് മൻസൂറും ഒന്ന് വിജയൻ മഠത്തിലും, രണ്ടുപേരും ഈ ആക്ഷൻ കൗൺസിലിന്റെ ഒക്കെ ഭാരവാഹികളാണ്. അവർ പരസ്പരം മത്സരിക്കുകയാണ്. ഒരാൾ ഇവിടെ ഇല്ല. അദ്ദേഹം സഹദ് LDF സ്ഥാനാർത്ഥിയാണ്. BJP സ്ഥാനാർത്ഥിയാണ് വിജയൻ മഠത്തിൽ. മൻസൂർ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി, UDFന്റെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നു. എന്തായാലും ഒരുമിച്ച് 2 പേരെ കിട്ടിയെന്നുള്ളതാണ് മറ്റൊരു സന്തോഷകരമായ കാര്യം. പലരും വോട്ട് ചെയ്യാൻ ഇവിടേക്ക് എത്തുന്നു. അതിന്റെ ഒരു സന്തോഷം ഉണ്ടല്ലേ നിങ്ങൾക്ക്? ഞങ്ങൾക്ക് നല്ല ശുഭപ്രതീക്ഷയാണ്. കാരണം എല്ലാവരും ഇവിടെ എത്തും. ഞങ്ങളെ കുറച്ച് ദിവസമായിട്ടില്ല, എല്ലാവരും ഞങ്ങൾ നേരിട്ടല്ല പോയി കാണുന്നത്. എല്ലാവരും കൂടി ഒരുമിച്ച് ഇന്ന് കാണാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ വോട്ട് ഇനി വിധി നാളെ അറിയും. അതിൽ നമുക്ക് കാണാൻ ആരാണ് നമുക്ക് ജയിക്കുമോ. 4 സ്ഥാനാർത്ഥികളുണ്ട്. 4 സ്ഥാനാർത്ഥികൾ ഒരു സ്ഥാനാർത്ഥി എന്തായാലും ജയിക്കും. നല്ല ശുഭപ്രതീക്ഷയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയിട്ട് ഒരുപാട് വർഷം, ചെറുപ്പം മുതൽ മനസ്സൊന്നൊക്കെ അറിയാം. പക്ഷേ ഇതുപോലൊരു അംഗീകാരം എനിക്ക് വീടുകളിൽ നിന്നും ഈ വോട്ടർമാരിൽ നിന്നും ഉണ്ടായിട്ടില്ല. അത് എനിക്ക് വോട്ടായിട്ട് പ്രതിഫലിക്കും. ഞാൻ ഭൂരിപക്ഷത്തോട് ജയിക്കും എന്നാണ് എൻ്റെ ഉദ്ദേശം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ പലരെയും കണ്ടുമുട്ടുന്നു. നേരത്തെയൊക്കെയുള്ള തെരഞ്ഞെടുപ്പിന് വിഭിന്നമായിട്ട് പല ആളുകളെയും പല സ്ഥലങ്ങളിലും പോയി കാണേണ്ടി വന്നു. ചെതറിപ്പോയ ആളുകളല്ലേ. ഇപ്പൊ അവരൊക്കെ കാണുമ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു മുഖത്ത് ആ ചിരി നമ്മൾ കാണുന്നുണ്ട് ഇവിടെ. തീർച്ചയായിട്ടും. കാരണം നമ്മൾ വിജയം പറഞ്ഞ പോലെ തന്നെ ഇലക്ഷൻ ഇപ്പം എന്ത് കഴിഞ്ഞു, ഇന്നലത്തോട് കൂടിയിട്ട് സംവിധാനം കഴിഞ്ഞു. പക്ഷെ ഇന്ന് മുതൽ ഞങ്ങൾ നാട്ടുകാരാണ് ഇലക്ഷൻ ഇവിടെ ചെയ്യുന്നത്. നമ്മൾ പുറത്തുണ്ടാകും, എല്ലാവരും കണ്ട് ഒരു സന്തോഷം ഉണ്ടെന്ന്. കാരണം ഒരു ഒത്തുകൂടലിൻ്റെ ഒരു സാധനം കൂടിയിട്ടാണ് ഇന്ന് ഇവിടെ ഭക്ഷണമൊക്കെ വെക്കുന്ന ആ കഥയൊക്കെ പറഞ്ഞല്ലോ ഇവിടെ അല്ലേ. ഞങ്ങൾ ഒരുമിച്ച് മുണ്ടക്കാലുണ്ടാകുമ്പോൾ ബൂത്തുകൾ ചിലപ്പോൾ ഞങ്ങൾ ഒരുമിച്ചായിരിക്കും ഇരിക്കുക. വളരെ സൗഹൃദപരമായിട്ടാണ്. അത് 5 മണി വരെയുള്ള സംവിധാനമുള്ളൂ. അത് കഴിഞ്ഞാൽ ഞങ്ങൾ പഴയ സിസ്റ്റം തന്നെ.